കൊല്ലം പുതിയകാവ് ദേവീക്ഷേത്രത്തിലെ സൗഭാഗ്യ പൂജ ഭക്തിയുടെ നിറസാന്നിധ്യമായി. കർക്കിടക മാസത്തിലെ മകം നാളിലാണ് സൗഭാഗ്യ പൂജ നടക്കുന്നത്. ദേവിയുടെ ജന്മനാൾ കൂടിയാണ് ഈ ദിവസം. പുണ്യങ്ങൾ തേടിയുള്ള ഭക്തരുടെ ആത്മനിർവൃതിക്ക് സൗഭാഗ്യപൂജ ഏറ്റവും അനുഗ്രഹമാകുകയാണ്. എല്ലാ വർഷവും കർക്കിടകത്തിലെ മകന്നാളിനായി ഭക്തജനങ്ങൾ ഓരോ തവണ പിന്നിടുമ്പോഴും കാത്തിരിക്കും. അമ്മയുടെ പാതാരവിന്ദങ്ങളിൽ ലളിത സഹസ്രനാമങ്ങൾ ഉരുവിട്ട് അർച്ചന ചെയ്യുമ്പോൾ ലഭിക്കുന്ന പറഞ്ഞറിയിക്കാനാവാത്ത ചൈതന്യം മറ്റെങ്ങു നിന്നും ലഭ്യമാകില്ല. വിചാരിക്കുന്ന സുഹൃത ലക്ഷ്യങ്ങൾ ഉദ്ദിഷ്ടപ്രാപ്തിയിലെത്താൻ സൗഭാഗ്യപൂജയിലൂടെ ലഭ്യമാകുമെന്ന് ഭക്തർ ഉറച്ചു വിശ്വസിക്കുന്നു. എന്താണ് ഒരു ഭക്തി നിർഭരമായ നമ്മുടെ എന്തെന്ന് അമ്മയോട് വിളിക്കാൻ ഞാനൊക്കെ ഒത്തിരി വർഷമായിട്ട് അമ്മയെടുത്ത് വന്ന് സൗഭാഗ്യ പൂജ ഞങ്ങളൊക്കെ പങ്കുകൊള്ളുന്നതാണ്. ഞങ്ങൾക്കൊരു ഉത്സവമായിട്ടൊരു മാറുന്നതാണ് ശരിക്കും പറഞ്ഞാൽ കൊല്ലക്കാർക്കും എല്ലാം. രാവിലെ തൊട്ട് തുടങ്ങി ഒരു ബാച്ച് കഴിഞ്ഞ് അത് കഴിഞ്ഞ് അവിടെ എല്ലാം ക്ലീൻ ചെയ്ത് പൂവെല്ലാം മാറ്റിയിട്ട് വിളക്കും എണ്ണ എല്ലാ സാധനങ്ങളും അമ്പലത്തിൽ നിന്ന് തന്നെ കൊടുക്കാറുണ്ട്. പൂവൊക്കെ കൊടുക്കുന്നുണ്ട്. പൂപ്പണര് വളരെ ചെറിയ ഒരു എമൗണ്ട് മാത്രമേ വാങ്ങിക്കുന്നുള്ളൂ. അങ്ങനെ വളരെ ഞങ്ങളുടെയൊക്കെ ഒരു സന്തോഷ നിർഭരമായതാണ് സൗഭാഗ്യ പൂജ. സൗഭാഗ്യം തന്നെയാണ്. നമ്മൾ അമ്മയുടെ അടുത്ത് നമ്മുടെ വിഷമങ്ങളും എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ അതിനെല്ലാം നമുക്ക് എല്ലാ രീതിയിലും നമ്മുടെ ദുഃഖങ്ങളും അകറ്റി നമുക്ക് സൗഭാഗ്യം തരുന്നത് തന്നെ ഞങ്ങളുടെയൊക്കെ അനുഭവം ഉണ്ടായി പറയുന്നത്. ക്ഷേത്രത്തിലെ ഗർഭഗൃഹത്തിൽ നിന്നും ആവഹിച്ചു കൊണ്ടുവരുന്ന തിരുനാളം ക്ഷേത്രത്തിന് മുന്നിൽ തയ്യാറാക്കിയ തിരുവിളക്കിൽ തെളിക്കുന്നു. അതിന് ചുറ്റുവരുന്ന ഭക്തസഹസ്രങ്ങൾ 1008 ശ്ലോകങ്ങൾ ഉരുവിട്ട് ചൊല്ലുന്നു. ഓരോ ശ്ലോകത്തിനും ഒരു പുഷ്പം മുമ്പിലെ പ്രകാശിതമായ വിളക്കിന് മുമ്പിൽ അർപ്പിക്കുന്നു. ഇങ്ങനെ ദേവിയെ ആവഹിച്ച പന്തലിൽ ഇരുന്ന് നേരിട്ട് പൂജ ചെയ്യാൻ ഓരോ ഭക്തനും അല്ലെങ്കിൽ ഭക്തയ്ക്കും കഴിയുന്നു. പ്രധാനമായും സന്താനലബ്ധി, തൊഴിൽ, വിദ്യാഭ്യാസം തുടങ്ങിയ ഉദ്ദിഷ്ട കാര്യങ്ങൾ നിവൃത്തിയിൽ എത്താൻ ഈ പൂജയിലൂടെ കഴിയുമെന്ന് ഭക്തജനങ്ങൾ കരുതുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളൊന്നാണ് കൊല്ലം പുതിയകാവ് ഭഗവതി ക്ഷേത്രം. കർക്കിടക മാസത്തിലെ മകം നാളിലാണ് ക്ഷേത്രത്തിൽ ഈ സൗഭാഗ്യ പൂജ എന്നുള്ള വലിയ പദ്ധതി നടപ്പാക്കുന്നത്. നമ്മുടെ ദേവിയെ ആവാഹിച്ച് പന്തലിലിരുത്തി ഭക്തർക്ക് നേരിട്ട് പൂജ ചെയ്യാൻ കഴിയുന്ന ഏക ദിവസം വർഷത്തിലൊരിക്കലാണ് ലഭിക്കുന്നത്. അത് ഈ സൗഭാഗ്യ പൂജ ദിനത്തിലാണ്. ആ സൗഭാഗ്യ ദിനത്തിൽ നമ്മുടെ എല്ലാ തരത്തിലുള്ള സൗഭാഗ്യങ്ങളും, അത് സന്താനലബ്ധിയായാലും തൊഴിൽ സംബന്ധമായാലും വിദ്യാഭ്യാസം സംബന്ധിച്ചായാലും ഇതിനൊക്കെ സംബന്ധിച്ച് നമുക്ക് ഉദ്ദിഷ്ടകാര്യ ലബ്ധി ലഭിക്കുന്നതാണ് ഈ സൗഭാഗ്യ പൂജ. അപ്പോൾ ഇതിൽ നമ്മൾ 8 ബാച്ചുകളിലായിട്ടാണ് ഈ പൂജ ക്രമപ്പെടുത്തിയിട്ടുള്ളത്. ഏതാണ്ട് ഒരു ബാച്ചിൽ 500-ലധികം പേരാണ് ഇരിക്കുന്നത്. അങ്ങനെ 8 ബാച്ചുകളിലായിട്ട് ഏതാണ്ട് 4000-ന് മുകളിൽ 5000 പേര് ഒരു ദിവസം പങ്കെടുക്കുന്നൊരു വലിയ പൂജയാണ്. അപ്പോൾ ഈ പൂജയോടനുബന്ധിച്ച് നമ്മൾ കൊടുക്കുന്ന പ്രസാദം തന്നെ തിരുപ്പതി ലഡുവിനെ മാതൃകയായിക്കൊണ്ട് അത്തരത്തിലുള്ളൊരു ലഡുവാണ് പ്രസാദമായി സമർപ്പിക്കുന്നത്. സൗഭാഗ്യ പൂജയ്ക്ക് പേരുകേട്ട ദക്ഷിണ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് കൊല്ലം പുതിയകാവ് ദേവീക്ഷേത്രം. രാവിലെ 6:30 ആരംഭിക്കുന്ന പൂജ ഇടവിട്ടിടവിട്ടാണ് നടത്തുന്നത്. ഒരു പൂജ കഴിയുന്നതോടെ അവിടം ശുചീകരിച്ച് അടുത്ത ഊഴത്തിനായി തയ്യാറാക്കും. ഒരു സമയം 400-നും 500-നും ഇടയിലുള്ള ഭക്തജനങ്ങളാണ് സൗഭാഗ്യ പൂജയ്ക്കായി ഇരിക്കുന്നത്. വൈകിട്ട് 5:30 സൗഭാഗ്യ പൂജ സമാപിക്കും. നമ്മളിപ്പോൾ ഒരു കാര്യം വിചാരിച്ചിട്ട് അത് അടുത്ത പ്രാവശ്യത്തേക്ക് അമ്മയെ സങ്കല്പിച്ചുകൊണ്ട് ഈ പൂജ എടുക്കുക. ആ കാര്യം നടന്നിരിക്കും. നമ്മൾ വിചാരിക്കുന്നതിന് മുമ്പ് തന്നെ നടത്തിത്തരും. അതാണ് ഇവിടുത്തെ സീറ്റ്. അത്രയും വിശ്വാസം തന്നെയല്ല, നമ്മൾ വിചാരിക്കുന്നതിന് മുമ്പ് തന്നെ അമ്മ എടുക്കുക. അമ്മയുടെ മുമ്പിൽ വന്ന് നമ്മൾ പ്രാർത്ഥിക്കുക, മുട്ടുവെത്തി പ്രാർത്ഥിക്കുക. ഇന്ന കാര്യം സാധിച്ചു തരണം, ഞാൻ ഇത്ര വർഷം കൊണ്ട് ഇത് എടുക്കുന്നു എന്ന് പറഞ്ഞ് നമ്മൾ എടുത്ത് കഴിഞ്ഞാൽ ആ കാര്യം സാധിച്ചു തരും. യാതൊരു സംശയമില്ല. നമ്മൾ അതിനു വേണ്ടിയുള്ള വ്രതം നിൽക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഈ വ്രതം ഇന്നലെ നിന്ന വ്രതമാണ്. അപ്പോൾ ഇന്നത്തെ ഇവിടുത്തെ ആഹാരം കഴിച്ച്, ഈ പൂജ കഴിച്ച് ആഹാരം കഴിച്ച് നമ്മൾ ഇത് മാറിയിട്ടുള്ളൂ. ഇതിനിടയിൽ കുറഞ്ഞത് 10 പ്രാവശ്യമെങ്കിലും സൗഭാഗ്യ പൂജ ആവർത്തിക്കപ്പെടുന്നു. പുതിയകാവിലമ്മയുടെ പുണ്യം തേടിയാണ് ഇവിടുത്തെ ഈ ഭക്തജനങ്ങളെല്ലാം ഇന്ന് വന്നിരിക്കുന്നത്. ഇന്ന് സൗഭാഗ്യ പൂജയാണ്. വർഷത്തിൽ ഒരിക്കൽ നടക്കുന്നതാണ്. സഹസ്രനാമം ചെല്ലുന്ന 3 പേരാണല്ലേ? നിങ്ങൾ പ്രധാനമായിട്ടും 3 പേരാണ്. ശരിക്കും നിങ്ങൾക്ക് ഇത് ഒത്തിരി വർഷമായിട്ട് നിങ്ങളിത് ചെല്ലുന്നുള്ളത്. നിങ്ങൾക്കിത് എങ്ങനെ, എത്രമാത്രം ഇതിനെ ശരിക്കും പ്രായോഗികമായിട്ട് നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെയാണ്?
ഞാൻ ഇവിടെ വന്നിട്ട് 24 വർഷമായി ഞാൻ ഇത് സഹസ്രനാമം ചൊല്ലാൻ തുടങ്ങി. ഇവിടെ വന്ന് എൻ്റെ ഹസ്ബൻഡാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്. വന്ന് ഏതാണ്ട് അത്താഴ പൂജയ്ക്കായിരുന്നു ഞാൻ വന്നുകൊണ്ടിരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ നാമം ചൊല്ലാനായിട്ട് വിളിച്ചു. അപ്പോൾ ആ വർഷം മുതൽ എല്ലാ വർഷവും ഞാൻ, പക്ഷേ ഞാൻ എൻ്റെ അമ്മയെ വിശ്വസിച്ച് ഭയങ്കരമായിട്ടും വിശ്വസിച്ചാണ് എനിക്കെല്ലാം എൻ്റെ അമ്മ എനിക്ക് നേടി തന്നിട്ടുണ്ട്. ഹസ്ബൻഡ് കൈ വിഭാഗത്തിലായിരുന്നു. അപ്പോൾ ഒരു കേസ് സംബന്ധമായി പ്രശ്നങ്ങളും കാര്യങ്ങളും ആയിരുന്നു. പക്ഷെ അതിൽ നിന്നെല്ലാം എൻ്റെ അമ്മയാണ് രക്ഷപ്പെട്ടത്. അതുപോലെ മക്കൾ രണ്ടുപേരും, ഒരാൾ എഞ്ചിനീയറിംഗ് പഠിച്ചതാണ്, ഒരാൾ PGയും പഠിച്ച്, മോൻ കാനറ ബാങ്കിൽ ഇപ്പം മാനേജറാണ്. അപ്പോൾ ഇതെല്ലാം എനിക്ക് അമ്മയാണ് തന്നത്. അമ്മ അത്ര 100% അമ്മയാണ് ആശ്രയം ഞങ്ങളുടെ എല്ലാം. അതായത് ഭക്തി എന്ന ആ രണ്ടക്ഷരത്തില് വിശ്വസിക്കുന്ന ആർക്കും ഈ അമ്മയിൽ ശരണം പ്രാപിച്ച അമ്മയെ 100% അത്ര ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ച് വിളിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അമ്മ കൂടെ ഉണ്ടാവും. അത് നമ്മുടെ അനുഭവമാണ്. ഞങ്ങൾ ഭയങ്കര അനുഭവസ്ഥയാണ്. അതെ, അപ്പൊ ഈ വന്നവരെല്ലാം അത് തന്നെ ആയിരിക്കും. അത് തന്നെയാണ് ഞങ്ങൾക്ക് പറയാൻ ഞങ്ങൾ പുല്ലരിക്കുന്നുണ്ട് ഉറപ്പായിട്ടും. അപ്പം ഇത് എന്തുകൊണ്ടും നമുക്കൊരു നല്ലൊരു അനുഭവമാണ്. വളരെയേറെ സന്തോഷം. ഓരോ തവണയും സൗഭാഗ്യ പൂജ കഴിയുന്ന ഭക്തർക്ക് ഇവിടെ നിന്ന് ദേവിയുടെ പ്രസാദം നൽകുന്നു. അതിൽ തിരുപ്പതിയിൽ നൽകുന്ന മാതിരിയുള്ള ഒരു ലഡുവും പ്രധാനമായും നൽകുന്നു. കൊല്ലം പുതിയകാവിലെ സൗഭാഗ്യ പൂജയുടെ പ്രധാന പ്രസാദമാണ് ലഡു. ഈ ലഡു കൊടുക്കുന്നതിന്റെ പ്രത്യേകത എന്താണ്? ഈ ക്ഷേത്രത്തിലെ ദേവിയുടെ തിരുനാളായ കർക്കിടക മാസത്തിലെ മകം നക്ഷത്രത്തിൽ വാർഷികമായിട്ട് ആചരിച്ചു വരികയാണ്. ദേവിയുടെ ഇവിടെ പ്രതിഷ്ഠ കഴിഞ്ഞ കാലം മുതൽ നമ്മൾ ഒരു വിശേഷമായിട്ട് എല്ലാ സമൂഹമായിട്ട് രാവിലെ ദേവിക്ക് അവിടെ മണ്ഡപത്തിലേക്ക് തീ പകർന്ന് അവിടെ പൂജ കഴിച്ച് ദേവിയെ അകത്തു നിന്ന് കുടികൊണ്ട് സമൂഹ അർച്ചനയായിട്ട് ആ മണ്ഡപത്തിലേക്ക് ദേവിയുടെ പൂജയായിട്ട് ചെയ്യും. പൂജ ചെയ്ത് ദേവിയെ പ്രതിഷ്ഠിച്ച് കഴിഞ്ഞാൽ സമൂഹമായിട്ട് ആൾക്കാരെ ഇരുത്തി ലളിതാ സഹസ്രനാമം 1008 നാമങ്ങൾ ഉരുവിട്ട് ആ ദേവീ ചൈതന്യം നമ്മൾ തന്നെ ദേവിയിലേക്ക് സ്വയമായിട്ട് നമ്മുടെ ആ പ്രാർത്ഥന പൂർണ്ണമായി ദേവിയിലേക്ക് അർപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആ ചടങ്ങാണ് സൗഭാഗ്യ പൂജ. അതിൻ്റെ പ്രസാദമായിട്ട് നമ്മളിവിടെ ആ പൂജിച്ച കുങ്കുമവും പുഷ്പങ്ങളും അക്ഷതവും അതിൻ്റെ കൂടെ പ്രസാദമായിട്ട് ലഡുവായിട്ട് രൂപത്തിൽ അവർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എല്ലാം ദേവിയിൽ അല്ലെങ്കിൽ അമ്മയിൽ അർപ്പിച്ച് ഉത്കൃഷ്ടമായ ആനന്ദലബ്ധിയോടെ ആത്മസഹർഷത്തോടെ ഭക്തർ മടങ്ങുമ്പോൾ പറഞ്ഞറിയിക്കാനാവാത്ത ചൈതന്യത്തിന്റെ പ്രകാശിതമായ നിർവൃതിയോടെ അടുത്ത വർഷത്തെ കർക്കിടക മാസത്തിന്റെ മകർനാളിനായി കാത്തിരിക്കുന്ന അനുഭൂതിയാണ് ഓരോ ഭക്തരിലും ദർശിക്കാൻ കഴിയുന്നത്. ന്യൂസ് ബ്യൂറോ, മീഡിയ കോഓപ്പറേറ്റീവ്.